Hello, hi, this is me, your friend Selvakumar. Hi, dear SK Platon. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. കാരണം വളരെ നല്ലൊരു മൂവിയാണ്, ഇത്രയും നല്ലൊരു കണ്ടന്റാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലുമായിട്ട് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണും. പ്രത്യേകിച്ചും അതേപോലെ നല്ല റിവ്യൂ കിട്ടിയെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ നിന്ന് ചില നെഗറ്റീവ് വ്യൂസ് ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ അട്ടപ്പാടിയിലേക്ക് ജീവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ചും തമിഴ് മലയാളം റൈറ്ററുമായിട്ടുള്ള മിസ്റ്റർ ജയമോഹൻ അദ്ദേഹം സംസാരിച്ച ചില വാക്കുകൾ ചില തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലുള്ള ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് ഫസ്റ്റ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. മഞ്ഞുമൽ ബോയ്സ് എന്നൊരു സിനിമ ഞാൻ വിചാരിക്കുന്നത് അധികം പേരും കണ്ടു കാണും. വളരെ കുറച്ച് പേര് മാത്രമാണ് കാണാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു കൂട്ടം സുഹൃത്തുക്കളായിട്ടുള്ള ചെറുപ്പക്കാർ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ വെച്ചിട്ട് ഡാൻസും പാട്ടും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം ഓരോ നിമിഷവും എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പല സ്ഥലങ്ങളും അവർ സജഷൻ വെക്കുന്നുണ്ടെങ്കിലും അവർ കൊടൈക്കനാൽ പോകാനാണ് അവർ തീരുമാനിക്കുന്നത്. പോകുന്ന വഴി പളനിയിലും പിന്നെ പളനിയിൽ വെച്ചിട്ട് ഗുണ എന്ന് പറയപ്പെടുന്ന കമൽഹാസൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഒരു കേസറ്റ് മേടിക്കുകയും അതിൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് അവർ വീണ്ടും കൊടൈക്കനാലിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ കൊടൈക്കനാലിൽ പോവുകയും അവിടെ പല സ്ഥലങ്ങൾ ചുറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം അവർ ഗുണ കേവ് കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഗുണ കേവ് വരികയും അപ്പോൾ ഗുണ കേവ് എന്ന് പറഞ്ഞാൽ ഗുണ കേവിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പക്ഷെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് അറിഞ്ഞെങ്കിൽ പോലും അതിലേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുകയും പിന്നെ ആ ഗുഹയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ തിരിച്ച് വരണമെന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ചില ആൾക്കാർ അതിൻ്റെ അകത്ത് പോകണമെന്ന് ഡിസൈഡ് ചെയ്യുകയും പിന്നെ അങ്ങനെ അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ കിടന്നിട്ട് ഒരു പാറയിൽ മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതണം എന്ന് പറയുകയും പിന്നെ കമൽഹാസൻ്റെ സിനിമയെ ബന്ധപ്പെട്ടിട്ട് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കമൽഹാസൻ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു പാറയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് അവരുടെ ക്ലബിൻ്റെ പേര് എഴുതുകയാണ്, അല്ലെങ്കിൽ അവരുടെ ടീമിൻ്റെ പേര് എഴുതുകയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട് വേറൊരു സുഹൃത്ത് ഓടി വരികയാണ്. അപ്പോൾ ആ സുഹൃത്ത് പെട്ടെന്ന് കുഴിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ ആ വീഴുന്നതുമായി ബന്ധപ്പെട്ട് ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കി സുഹൃത്തുക്കൾ പോലീസും ഫയർഫോഴ്സുമായിട്ട് അറിയിക്കുകയും പിന്നെ അവർ വന്നിട്ട് ഈ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് കഴിയാതെ വരികയാണ് ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു സുഹൃത്ത് ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും ആ സുഹൃത്ത് ഇറങ്ങി ഈ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഗുണ ഗുഹയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഗുണ ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ ചുറ്റും പല താഴ്ചയേറിയ കുഴികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പാറ ഇടുക്കളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് പൊതുവെ കഴിയത്തില്ല. മാത്രമല്ല ഇത് എത്രയോ കിലോമീറ്ററോളം അല്ലെങ്കിൽ എത്രയോ അടി താഴ്ച ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ ഇരുട്ട് നിറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് പൊതുവെ വവ്വാലുകളാണ് താമസിക്കുന്നത് എന്നുമാണ് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് വീണ ഒരാൾ പോലും ഇതുവരെ ജീവനോടെ പുറത്ത് വന്നിട്ടില്ല എന്നും ഇതിലേക്ക് ബോഡി എടുക്കുന്നതിനായിട്ട് ഒരാൾ മാത്രമേ ഇതുവരെ ഇറങ്ങി പുറത്തേക്ക് ബോഡി എടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുഹയ്ക്ക് പൊതുവെ പേരുള്ളതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവിൾസ് കിച്ചൺ എന്നാണ് ഇംഗ്ലീഷിലെ പേര്. തമിഴിൽ ഇതിനെ നമുക്ക് സാത്താനിൻ സமையலறை എന്നും മലയാളത്തിൽ ചെകുത്താൻ്റെ അടുക്കള എന്നൊക്കെ പറയുന്നു. ഒരു സുഹൃത്ത് കുഴിയിലേക്ക് വീഴുകയും ആ സുഹൃത്ത് ജീവനുണ്ട് എന്ന് തിരിച്ചറിയുന്ന പക്ഷം ആ സുഹൃത്തുക്കളിലെ ഒരു സുഹൃത്ത്
ആ സുഹൃത്തിനെ രക്ഷിക്കുന്നതിനായിട്ട് അഗാധമായിട്ടുള്ള കുഴിയിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാവുകയും ഇറങ്ങി ആ സുഹൃത്തിനെ മറ്റു സുഹൃത്തുക്കളുടെ സഹായത്താൽ പുറത്തെടുത്ത് രക്ഷിക്കുകയും ചെയ്യുന്ന ആ സുഹൃത്തുക്കളുണ്ടല്ലോ, ആ സുഹൃത്തിൻ്റെ ആ മൂല്യം, സുഹൃത്ത് ബന്ധം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് ആക്ച്വലി മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് എന്താ പറയുക, ഒരു ഗൂസ് ബംസാണ് നമുക്ക് തരുന്നത്. അതാണ് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ എത്ര പേർക്ക് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ്. അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇതാണ് ആക്ച്വലി സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കാണുന്ന ഓരോരുത്തരും, അത് മലയാളികളായാലും തമിഴരായാലും മറ്റ് ഭാഷയിൽപ്പെട്ടവരായാലും തന്നെ ഈ സിനിമ ഇത്രത്തോളം ആഘോഷിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നിർമ്മിച്ചൊരു സിനിമയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് ഒരുപാട് വരുമാനം നേടിക്കൊടുത്തുള്ള ഒരു സിനിമയും കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഈ സിനിമയുടെ മേക്കിങ്ങും കണ്ടന്റും പിന്നെ ക്യാമറയും റിയലി അമേസിങ്. മ്യൂസിക് ഓൾസോ വെരി ഫാന്റാസ്റ്റിക്. ഇതിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. വലിയ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് അധികം ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെക്കുറിച്ച് പൊതുവെ വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നല്ല റിവ്യൂസ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ജനങ്ങൾ പോലും ഈ സിനിമയെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് തരുന്നത് ഒരു നിമിഷം. മാത്രമല്ല നല്ലൊരു ഇൻകം പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ സിനിമക്കാണെന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഈ സിനിമയെക്കുറിച്ച് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും കമൻസുമാണ് നമുക്കുള്ളതെങ്കിൽ പോലും വളരെ കുറഞ്ഞ ശതമാനം നെഗറ്റീവ് റിവ്യൂസും കമൻസും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലയാളിയും തമിഴും മലയാളവും എഴുതുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജയമോഹൻ എന്നൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിപ്പൊറുക്കുകളിൻ കൂത്താട്ടം എന്നാണ് പറയുന്നത് അദ്ദേഹം. മാത്രമല്ല ഇവിടെ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ പൊതുവെ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് അടിച്ച് അവിടെ ബോട്ടിലുകൾ പൊട്ടിക്കുകയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരും കോമൺ സെൻസും പൗരബോധവും ഒട്ടും ഇല്ലാത്തവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ അട്ടപ്പാടിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഓൾറെഡി ഐ ഹാവ് മെൻഷൻഡ്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം നമ്മുടെ അട്ടപ്പാടിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വിവിധ ഭാഗത്തും തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിൽ ഡ്രിങ്ക്സ് അടിക്കുന്നവരുണ്ട്, ഡ്രിങ്ക്സ് അടിക്കാത്ത ആൾക്കാരുണ്ട്. ഡ്രിങ്ക്സ് അടിക്കുന്ന ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർ ബോട്ടിൽസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിക്കുന്നുണ്ട്. ബാക്കി ചില ആൾക്കാർ അത് കൃത്യമായിട്ട് ഡംപ് ചെയ്യുന്നതിനായിട്ട് തിരിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്ക്സ് അടിക്കാത്ത ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ മാന്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പുഴയുമായി ബന്ധപ്പെട്ടിട്ട്. അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഡ്രിങ്ക്സ് അടിക്കുന്നവരുണ്ടും അല്ലാത്തവരും ഉണ്ട്. അവിടെ പുഴ വൃത്തിഹീനമാക്കുന്നതിൽ അതിൽ കാരണമായിട്ടുണ്ട് കുറേ ആൾക്കാർ. പത്രത്തിൽ പുഴ വൃത്തിഹീനമാക്കുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തവരും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് അടിക്കുന്നവർ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, ഇല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ചെയ്യുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളവർ മാത്രമല്ല, നമ്മുടെ അട്ടപ്പാടിയിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് നമുക്ക് കാണാനും കഴിയും. ചില സ്ഥലങ്ങളിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് ബോട്ടിൽ പൊട്ടിക്കുന്നതും പല സ്ഥലങ്ങളിൽ വൃത്തിഹീനമാക്കുന്നതും അട്ടപ്പാടിയിലും ഉണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ പുറത്തുള്ളവർ മാത്രം കുറ്റം പറയുന്നതിൽ ദർ ഈസ് നോ റീസൺ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജയ് ഭീം സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ജയ് ഭീം സിനിമയിൽ ഒരു സീനുണ്ട്. സൂര്യയോട് ഒരാൾ പറയുകയാണ് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സൂര്യ അവരോട് തിരിച്ചു ചോദിക്കുകയാണ് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ബാക്കി വിഭാഗത്തിലൊന്നും ഇങ്ങനെയൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഡയലോഗായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. തെറ്റുകൾ ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ മാത്രമാണ് തെറ്റുകൾ നടക്കുന്നതൊന്നുമില്ല. അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം ആക്ഷേപിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാരെയും നമ്മൾ ആക്ഷേപിക്കുന്നത് തെറ്റാണ്. എല്ലാ വിഭാഗത്തിലും ചില വ്യക്തികൾ അവർ മാത്രമേ പ്രശ്നമാകാറുള്ളൂ പൊതുവെ. അതുകൊണ്ട് നമ്മൾ സമൂഹത്തെയെ
ആക്ഷേപിക്കുന്നത് ദാറ്റ് ഈസ് റോങ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയുന്നത്. മാത്രമല്ല മിസ്റ്റർ ജയദേവൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.